500/2023 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ബാങ്ക്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗവൺമെൻറ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ PSC ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഹലോ സാറ്, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. ഇപ്പോൾ ഈ 500/2023 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ് പഠിച്ചത്. അപ്പോൾ അത് ഇക്വാലന്റ് വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പൊ അതില് അത് ഏത് ഭാഗത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്? അതിനുള്ള ഓപ്ഷൻ ഇല്ല. അല്ല, നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ, ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ ജിയോയും കൂടെ ഇക്വലൻസി ജിയോ അപ്ലോഡ് ചെയ്താൽ മതി. അത് എവിടുന്ന് കിട്ടും? ഈ ഗവൺമെന്റ് ഓർഡർ എവിടുന്ന് കിട്ടും? അത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാനുള്ള ഇതില്ലല്ലോ. നമുക്ക് നിങ്ങൾ തരുന്ന ഡോക്യുമെന്റ് പരിശോധിക്കാം. പക്ഷേ ഇതിനു മുമ്പ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് സെക്രട്ടേറിയറ്റ് ആണ്. ഗവൺമെന്റ് ജിയോ എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ, അതായത് വകുപ്പുകളാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അല്ല, ഈ നോട്ടിഫിക്കേഷന്റെ കൂടെ ചിലത് ഇക്വാലന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഓർഡർ അപ്ലോഡ് ചെയ്താൽ ജിയോയുടെ ആവശ്യമില്ല. നോട്ടിഫിക്കേഷനൊപ്പം നമ്മൾ പ്രീവിയസ്ലി എടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ ലിങ്ക് സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ജിയോയുടെ ആവശ്യമില്ല. ഇല്ല അല്ലേ? അല്ല, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വാലൻസിന്റെ ഇത് പറഞ്ഞിട്ടില്ല. ഈ പോസ്റ്റിന് 500/23 എന്ന CA പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഈ പറഞ്ഞ പ്രീവിയസ് സെലക്ഷൻ എടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വലൻസി പ്രത്യേക ഗവൺമെന്റ് ഉത്തരവിന്റെ ആവശ്യമില്ല. ഓക്കെ സർ, താങ്ക് യു. ശരി.